കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ എന്തൊക്കെ പഠിക്കാനുണ്ട് അവർക്കെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. KTU 2019 സ്കീം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വർഷം അതായത് 2024 എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കുന്നവർക്ക്, ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് KTU 2024 സ്കീമാണ് വരുന്നത്. പക്ഷേ ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കയറുന്നവർക്ക് KTU 2019 സ്കീമാണ് വരുന്നത്. ഓക്കെ, സോ KTU 2024 സ്കീം ഇതുവരെ വന്നിട്ടില്ല. വന്ന ഉടനെ തന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തവർക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെം അതായത് S1 തന്നെ നിങ്ങൾക്ക് മാത്സ് ഉണ്ട്. മാത്സിന് ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് ആണ്. അതിൻ്റെ ക്രെഡിറ്റും കൂടെ നോക്കാം. അതിന് 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് അലോട്ട് ചെയ്തിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് പാസ്സായാൽ നമുക്ക് ആ ഒരു പോയിൻ്റ് കിട്ടും, ആ ഒരു ക്രെഡിറ്റ് കിട്ടും. സോ ഒരു ഇയറിൽ ഇതുണ്ടോ 17 ആണ് മൊത്തത്തിൽ വരുന്നിട്ടുള്ള ക്രെഡിറ്റ്. സോ ഏകദേശം ഇപ്പോൾ ഓരോരോ സെമ്മിൽ S5 എത്തുമ്പം ഇത്ര ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് S5 കയറാൻ പറ്റും. അങ്ങനെ ഉണ്ട്. അതായത് S3 കയറണമെങ്കിൽ ഇത്ര ക്രെഡിറ്റ് വേണം, S5 കയറണമെങ്കിൽ ഇത്ര ക്രെഡിറ്റ് വേണമെന്നറിയാം. ഇപ്പോൾ S5 കയറണമെങ്കിൽ ഇനിയിപ്പോൾ 40 അല്ല 21 ആണോ എനിക്ക് ഓർമ്മയില്ല, 40 ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, 40 ക്രെഡിറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ 40 ക്രെഡിറ്റ്സ് നമ്മൾ ഉണ്ടാകണം. അതായത് ഇപ്പോൾ S1 17, S2 20 ആയിരിക്കും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൊത്തം 40 ഉണ്ടെങ്കിൽ S5 S5 കയറാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, സോ S5 അപ്പം എന്താ മിനിമം ക്രെഡിറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. സോ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ക്രെഡിറ്റ് പാസ്സായാലും നമുക്ക് ആ ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി സപ്ലി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ് കിട്ടില്ല. അത് സപ്ലി എഴുതി പാസ്സായാൽ ആ ക്രെഡിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ വരുന്നത് രണ്ടാമത്തെ സ്ലോട്ട് എന്ന് പറയുന്നത് ബിയിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ബി ഉണ്ട്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും S1 നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകുക. സോ S1 ഒന്നെങ്കിൽ ഫിസിക്സ് ആയിരിക്കും അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും. അതൊക്കെ കോളേജ് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ക്രെഡിറ്റ് വരുന്നത് അതിനും 4 ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു 4, 2 4. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ലോട്ട് സിയിൽ വരുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സാണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഇതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് 3 ആണ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഓഡ് സെമ്മിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണെങ്കിൽ ഈവൻ സെമ്മിൽ ഗ്രാഫിക്സ് ആയിരിക്കും. ഓക്കെ, S2 ഗ്രാഫിക്സ് ആയിരിക്കും. പിന്നെ സ്ലോട്ട് ഡിയും അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്. സോ അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. സോ ഇതിപ്പോൾ എന്താ ഇവിടെ 1/2 വന്നത് എന്താ മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒന്നേ ഈ സെമ്മിൽ പഠിക്കാനുള്ളൂ. ഒരു സബ്ജക്റ്റ് അടുത്ത സെം അതായത് S2 പഠിക്കാനുണ്ടാവുക. അത് കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യും ഏത് സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. പിന്നെ ഈ ലൈഫ് സ്കില്ലിന് ക്രെഡിറ്റ് ഇല്ല. ലൈഫ് സ്കിൽ ഒരു ക്രെഡിറ്റ് ഇല്ല. അപ്പോൾ അത് നിങ്ങൾ പാസ്സായാൽ മാത്രം മതി, ക്രെഡിറ്റ് ഇല്ല. ഇനി സപ്ലി ഉണ്ടെങ്കിൽ സപ്ലി ആട്ടോ, അതെന്തായാലും പാസ്സാവുക തന്നെ വേണം. സബ്ജക്റ്റ് എന്തായാലും പാസ്സാവണം, പക്ഷേ ക്രെഡിറ്റ് ഇല്ല. പിന്നെ വരുന്നത് 2 ലാബാണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാബോ അല്ലെങ്കിൽ കെമിസ്ട്രി ലാബോ. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് ഈ സെമ്മിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാബായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി ലാബായിരിക്കും ഉണ്ടാവുക. സോ ലാബിന് ക്രെഡിറ്റ് വന്നിട്ടുള്ളത് 1 ആണ്. പിന്നെ സ്ലോട്ട് ടി എന്ന് പറയുന്നത് സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ്. സോ ഇതും ഇപ്പോൾ ഏതാണോ എടുക്കുക, അതായത് സിവിലാണ് നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ആയിരിക്കും വരുന്നത്. ഇനി നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വരിക ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക്ഷോപ്പ് ആയിരിക്കും. സോ അതിൻ്റെ ക്രെഡിറ്റ് 1 ആയിരിക്കും. സോ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റ് ആഡ് ചെയ്താൽ 4 + 4 8, 8 + 3 11, 11 + 4 15, 15 + 1 16, 16 + 1 17. സോ S1 നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? 17 ആണ്. ഇനി S2 വരുമ്പം S2 ഇത് തന്നെയാണ്. മാത്സ് വരുന്നത് വെക്റ്റർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് ആണ്. അതിന് ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി. സോ S1 നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന് നേരെ അത് ആൾട്ടർനേറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കെമിസ്ട്രി ആയിരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ അതിനും ക്രെഡിറ്റ് 4. പിന്നെ അതുപോലെ മെക്കാനിക്സും ഗ്രാഫിക്സും. സോ ഇത് അതുപോലെ തന്നെ S1 പോലെ തന്നെ ആൾട്ടർനേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. അതായത് ഒന്ന് ഓടിലാണെങ്കിൽ അടുത്തത് ഈവൻ്റായിരിക്കും. ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറും പിന്നെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. സോ ഇത് ഈ 3 അതായത് BCD ഏകദേശം എല്ലാവർക്കും ഒരുപോലെ ഇതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരുപോലെ പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. പിന്നെ വരുന്നത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ ഗ്രാമറൊക്കെ ഇതാക്കാൻ വേണ്ടിയുള്ള ഒരു സബ്ജക്റ്റാണ്. അതിന് ക്രെഡിറ്റ് ഇല്ല. പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. പ്രോഗ്രാമിംഗ് ഇൻ C ക്രെഡിറ്റ് 4 വരുന്നുണ്ട്.
ഇൻറ്റേർണൽ എക്സാംസ് ലാബൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, പക്ഷേ എക്സ്റ്റേണൽ റിട്ടൺ മാത്രമേ ഉള്ളൂ. അതായത് ഇനി ഈ 2024 K2 അഡ്മിഷൻ എടുക്കുന്നവർ, അതായത് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് പൈത്തൺ ആണ് വരുന്നത്, പ്രോഗ്രാമിംഗ് ഇൻ സി അല്ല. ഓക്കെ, പൈത്തൺ C++നേക്കാൾ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഫിസിക്സ് ആണ് നിങ്ങൾക്ക് എടുത്തെങ്കിൽ ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ലാബ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് 1 ആണ്. പിന്നെ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വർക്ക്ഷോപ്പ് ആയിരിക്കും. ഇനി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അതിൻ്റെ വർക്ക്ഷോപ്പ് ആയിരിക്കും. സോ ക്രെഡിറ്റ് ആഡ് ചെയ്ത് എത്ര കിട്ടും? 4 + 4 8, 8 + 3 11, 11 + 4 15, 15 + 4 19, 20, 21. സോ മൊത്തം S2 വരുന്നത് 21 ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഇയർ ആണ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർ സബ്ജക്ട്സ് വരുന്നത്. അതിൽ ഒന്ന് വരുന്നത് മാത്സ് തന്നെയാണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. സോ അതിന് എത്രയുണ്ട്? 4 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് കെമിസ്ട്രി 4, പ്രോസസ് എഞ്ചിനീയറിംഗ്, അതിനും ക്രെഡിറ്റ് 4 വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കെമിക്കൽ പ്രോസസ് പ്രിൻസിപ്പിളാണ്, അതിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. ഫ്ലൂയിഡ് ആൻഡ് പാർട്ടിക്കിൾ മെക്കാനിക്സ് വരുന്നുണ്ട്, അതും 4 വരുന്നുണ്ട്. പിന്നെ ഇത് സ്ലോട്ട് ഇയിൽ വരുന്നത് ഏതെങ്കിലും ഒന്നായിരിക്കും ഈ സെമ്മിലുണ്ട്, അതായത് S3 ഒന്നും S4 ഒന്നും ആയിരിക്കും. ഇപ്പോൾ S3 ഡിസൈൻ ആണെങ്കിൽ S4 എത്തിക്സ് ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ ക്രെഡിറ്റ് 2 ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ സെമ്മിലുണ്ട്. പിന്നെ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിന് ക്രെഡിറ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. അതായത് നമ്മൾ സസ്റ്റൈനബിളി ഒരു സാധനം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. ഡിസൈൻ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നാണ്. പിന്നെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എഞ്ചിനീയറാണ്, അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ എത്തിക്കലി ചിന്തിക്കണം. അത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചിന്തിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 2 ലാബാണ് വരുന്നത്, കെമിക്കൽ ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബുണ്ട്, കെമിസ്ട്രി ലാബ് ഫോർ പ്രോസസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, സോ ആ 2 ലാബിനും കൂടി 2 ക്രെഡിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൈനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് S3 തൊട്ട്, അതായത് മൈനർ കോഴ്സ് എടുക്കാം. മൈനർ വേണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ അതിന് ക്രെഡിറ്റ് 4 ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും 22 ആണ് ക്രെഡിറ്റ് വേണ്ടത്. ഇനി മൈനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 26 ക്രെഡിറ്റ് വരെ കിട്ടും. ഓക്കെ, സോ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സിവിലിൻ്റെ സബ്ജക്ട്സ് പഠിക്കാം, ഒരു സബ്ജക്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പഠിക്കാം, മെക്കിൻ്റെ പഠിക്കാം, ഇലക്ട്രിക്കലിൻ്റെ പഠിക്കാം, ഇലക്ട്രോണിക്സിൻ്റെ പഠിക്കാം, IT-ൻ്റെ പഠിക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. സോ നമ്മുടെ കോളേജിലുള്ളതായിരിക്കണം. ഓക്കെ, സോ മൈനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈനറിൽ സപ്ലി വന്നാൽ പിന്നെ നിങ്ങൾ സപ്ലി ചെയ്ത് പാസ്സാവേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങ് ഡ്രോപ്പ് ആയി പോകും. ഓക്കെ, പക്ഷേ അത് നിർബന്ധമില്ല മൈനർ എടുക്കുന്നത്. അതായത് മൈനർ എടുത്താലോ നല്ല ഉപകാരമുണ്ട്. അതായത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഡിഗ്രിയുടെ കൂടെ വേറൊരു ഇത് കൂടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, നമ്മൾ എടുത്തത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മെഷീൻ ലേണിംഗ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരും, BTech ഡിഗ്രി ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് എ മൈനർ ഓഫ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് വരും. സോ അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ട് മൈനർ കൊണ്ട്. പിന്നെ വരുന്നത് S4 ആണ്. S4ൻ്റെ മാത്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അതിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, അതിനും ക്രെഡിറ്റ് 4 ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ, അതിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. പാർട്ടിക്കിൾ ടെക്നോളജി, അതിൻ്റെ ക്രെഡിറ്റ് 4 ആണ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എത്തിക്സ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പറ്റി പ്രിയാമ്പിൾസും അതൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ സ്ലോട്ട് ABCD എന്താണ് നമ്മുടെ കോർ സബ്ജക്റ്റാണ്. ബാക്കി E&F കോറല്ല, പക്ഷേ എന്നാലും അത് പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റാണ്. അതുപോലെ തന്നെയാണ് എത്തിക്സും. ഡിസൈൻ കുറച്ചും കൂടി നമുക്ക് പിക്ചേഴ്സൊക്കെ വരയ്ക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തില്ല, ക്രെഡിറ്റ് ഇല്ല. പിന്നെ വരുന്നത് സ്ലോട്ട് S ആണ്, ഫ്ലൂയിഡ്സ് ആൻഡ് പാർട്ടിക്കിൾ മെക്കാനിക്സ് ലാബാണ്, അതിന് 2 ക്രെഡിറ്റ്സ് ഉണ്ട്. പിന്നെ പാർട്ടിക്കിൾ ടെക്നോളജി ലാബ്, അതിനും 2 ക്രെഡിറ്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഹോണേഴ്സും ഉണ്ട്, മൈനറും ഉണ്ട്. മൈനർ ഉള്ളവർക്ക് S3 തൊട്ട് എടുത്തവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം, സപ്ലി വന്നാൽ ഡ്രോപ്പ് ചെയ്യാം. ഇനി ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊന്നുണ്ട്. ഹോണേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു സബ്ജക്റ്റിന് കുറച്ചും കൂടി ഹയർ ലെവലായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഹോണേഴ്സ് എടുക്കുന്നവർക്ക് എന്താ നമ്മളുടെ സബ്ജക്ട്സിൽ ഒറ്റൊന്നുമില്ല, അതായത് കോറായിക്കോട്ടെ കോറല്ലാത്തതായിക്കോട്ടെ, ഇനി ഈ ഹോണറിലായിക്കോട്ടെ ഒന്നിലും സപ്ലി ഉണ്ടാകാൻ പാടില്ല. സപ്ലി വന്നാൽ അപ്പം ഹോണേഴ്സ് ക്യാൻസൽ ആയിപ്പോവും. സോ അതാണ് ഈ ഹോണേഴ്സിൻ്റെ ഒരു ക്രെഡിറ്റ്, ഹോണേഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ അതാണ്. അപ്പോൾ ഇതിനും 22 ക്രെഡിറ്റ്സ് ആണ് ഹോണറും മൈനറും ഇല്ലാതെ വരുന്നത്. ഓക്കെ, പിന്നെ തേർഡ് ഇയർ ആണ്. തേർഡ് ഇയർ S5 തൊട്ടിട്ട് നമുക്ക് മാത്സ് ഇല്ല, കോർ സബ്ജക്ട്സ് മാത്രമേ വരുന്നുള്ളൂ.
ആദ്യത്തത് മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ 1, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. പിന്നെ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ്, അതായത് സ്ലോട്ട് ഇ കണ്ടോ. സ്ലോട്ട് ഇ നമുക്ക് അൾട്ടർനേറ്റ് ഏതെങ്കിലും ഒന്നായിരിക്കും ഈ സെമ്മിലുണ്ടാവുക. ഒന്നെങ്കിൽ എക്കണോമിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. സോ എക്കണോമിക്സ് ആണെങ്കിൽ S6-ലായിരിക്കും മാനേജ്മെൻറ്റ് വരുന്നത്. സോ ഇതിൻ്റെ ക്രെഡിറ്റ്സ് നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ സ്ലോട്ട് F-ൽ വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്കൊരു ഡിസാസ്റ്റർ, എർത്ത് ക്വിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യണം എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. പിന്നെ 2 ലാബ് വരുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ ലാബും പ്രോസസ് കൺട്രോൾ ലാബും. പിന്നെ മൈനർ ഉണ്ടെങ്കിൽ മൈനറും, ഹോണർ ഉണ്ടെങ്കിൽ ഹോണറും കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ. പിന്നെ S6 ആണ്. S6-ൽ വരുന്നത് മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻ 2, പിന്നെ ട്രാൻസ്പോർട്ട് ഫിനോമിന, കെമിക്കൽ ടെക്നോളജി, പിന്നെ പ്രോഗ്രാം ഇലക്ടീവ് 1. സോ പ്രോഗ്രാം ഇലക്ടീവ് 1 എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ എക്കണോമിക്സ് ഉണ്ടെങ്കിൽ എക്കണോമിക്സ്, അതായത് കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ പഠിച്ച മാനേജ്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഈ സെമ്മിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ് ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ആയിരിക്കും. പിന്നെ വരുന്നത് CCW, കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ S5 വരെ പഠിച്ചിട്ടുള്ള കോർ സബ്ജക്ട്സിന് നമ്മളൊരു MCQ വെച്ചിട്ട് എക്സാം നടത്തും. 1 hour എക്സാമാണ്, 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 25 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയാലും നിങ്ങൾ പാസ്സാവുള്ളൂ. ഓക്കെ, അതായത് വൺ വേർഡ് MCQ ആയിരിക്കും. അത് പാസ്സാവണമെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യണം. പിന്നെ 2 ലാബ് വരുന്നുണ്ട്, മാസ് ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ലാബും കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ലാബും. ഓക്കെ, അപ്പോൾ അവിടെ 23 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഹോണർ ഉണ്ടെങ്കിൽ ഹോണർ, അതുപോലെ മൈനർ ഉണ്ടെങ്കിൽ മൈനർ കണ്ടിന്യൂ ചെയ്ത് പോകാം. പിന്നെ ഓക്കെ, പ്രോഗ്രാം ഇലക്ടീവ് എന്തൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം, എനർജി എഞ്ചിനീയറിംഗ് പഠിക്കാം, ന്യൂമറിക്കൽ മെത്തേഡ്സ് ഫോർ പ്രോസസ് എഞ്ചിനീയറിംഗ് പഠിക്കാം, മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഓപ്പറേഷൻ റിസർച്ച്, പ്രോസസ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കാറ്റലിസ്റ്റിക് സയൻസ് ആൻഡ് കാറ്റലിറ്റിക് പ്രോസസ്സസ്. സോ ഇത്രയും ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. സോ നിങ്ങളുടെ ക്ലാസ് ഏതാണോ ഓപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മേജർ ഏതാ ഓപ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ടായിരിക്കും ചിലപ്പം ഈ പ്രോഗ്രാം ഇലക്ടീവ് 1 സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് S7 ആണ്. 4th ഇയറിൽ നമുക്ക് കെമിക്കൽ പ്രോസസ് എക്യുപ്മെൻറ്റ് ഡിസൈൻ 1 ഉണ്ട്. പിന്നെ പ്രോഗ്രാം ഇലക്ടീവ് 2 ഉണ്ട്, അത് പറഞ്ഞുതരാം. പിന്നെ ഓപ്പൺ ഇലക്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനല്ലാത്ത വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ മൈനർ പഠിക്കുമ്പോൾ തന്നെ ഒന്നാണ് ഓപ്പൺ ഇലക്ടീവ് എടുക്കണമെങ്കിൽ നമ്മൾ മൈനർ എടുത്ത സബ്ജക്റ്റ് ആകാൻ പാടില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് ആകാൻ പാടില്ല, അങ്ങനെ കുറേ ഇതുണ്ട്. ഓക്കെ. പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ്, പ്രോസസ് സിമുലേഷൻസ് ലാബും, പിന്നെ ഒരു ലാബാണ്, അതായത് പ്രോസസ് സിമുലേഷൻ ലാബ്. പിന്നെ സെമിനാർ വരുന്നുണ്ട്. പിന്നെ പ്രോജക്റ്റ് ഫേസ് 1 ആണുള്ളത്. പിന്നെ മൈനർ ഉണ്ടെങ്കിൽ മൈനറും, ഹോണർ ഉണ്ടെങ്കിൽ ഹോണറും കണ്ടിന്യൂ ചെയ്യാം. സോ സെമിനാറിനും ലാബിനും പ്രോജക്റ്റ് ഫേസ് 1-നും ഒക്കെ എന്തുണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ. പ്രോഗ്രാം ഇലക്ടീവ് 2 വന്നിട്ട് നമുക്ക് ഫുഡ് പ്രോസസ് ആൻഡ് ടെക്നോളജി പഠിക്കാം, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പ്രോസസ് മോഡലിംഗ് ആൻഡ് സിമുലേഷൻ, കൊറോഷൻ എഞ്ചിനീയറിംഗ്, പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ അനാലിസിസ്, ഫ്ലൂയിഡൈസേഷൻ എഞ്ചിനീയറിംഗ്. സോ ഇതിലേതെങ്കിലും നമുക്ക് എന്തായിട്ട് പഠിക്കാം, പ്രോഗ്രാം ഇലക്ടീവ് 2 ആയിട്ട് എടുക്കാം. പിന്നെ 8th സെമ്മാണ്. 8th സെമ്മിൽ കെമിക്കൽ പ്രോസസ് എക്യുപ്മെൻറ്റ് ഡിസൈൻ 2 വരുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം ഇലക്ടീവ് 3, 4, 5 വരുന്നുണ്ട്. അതുപോലെ കോംപ്രിഹെൻസീവ് കോഴ്സ് 5, അതായത് ഇത്രയും 7 വരെ പഠിച്ചിട്ടുള്ളത് എന്ത് ചെയ്യുക, ഒരു MCQ പോലെയുള്ളൊരു സെക്ഷനാണ്. പിന്നെ പ്രോജക്റ്റ് ഫേസ് 2 ആണ് വരുന്നത്, അതിന് ക്രെഡിറ്റ് 4 വരുന്നുണ്ട്. ഓക്കെ. സോ പിന്നെ അങ്ങോട്ടുള്ള എല്ലാത്തിനും ക്രെഡിറ്റ് വരുന്നത് ഇതാണ്. ഓക്കെ അല്ലേ. പിന്നെ മൈനർ ഉണ്ടെങ്കിൽ മൈനർ, ഹോണർ ഉണ്ടെങ്കിൽ ഹോണർ. ഇനി പ്രോഗ്രാം ഇലക്ടീവ് 3 നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യാം, എയർ പൊല്യൂഷൻ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ, പെട്രോളിയം റിഫൈനറി എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, പോളിമർ ടെക്നോളജി, പ്രോസസ് യൂട്ടിലിറ്റി ആൻഡ് പൈപ്പിംഗ് എഞ്ചിനീയറിംഗ്, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജി, ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിന് ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്രോഗ്രാം ഇലക്ടീവ് 4 ആയിട്ട് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് കെമിക്കൽ ഇൻഡസ്ട്രീസ്, പെട്രോ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ പ്രോസസ് എഞ്ചിനീയറിംഗ്, കമ്പോസിറ്റ് മെറ്റീരിയൽസ്, സെറാമിക് ടെക്നോളജി, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, എൻസൈം എഞ്ചിനീയറിംഗ്. ഓക്കെ. ഇനി പ്രോഗ്രാം ഇലക്ടീവ് 5 ആയിട്ട് നമുക്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, നോൺ കൺവെൻഷണൽ പെട്രോളിയം റിസോഴ്സസ്, പ്രോസസ് ഓപ്റ്റിമൈസേഷൻ, നാനോ മെറ്റീരിയൽസ് ആൻഡ് നാനോ ടെക്നോളജി, സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഓഫ് പ്രോസസ് പ്ലാന്റ്സ്, നോവൽ സെപ്പറേഷൻ ടെക്നിക്സ്, ഫ്യൂവൽ സെൽസ് ടെക്നോളജി. സോ ഇത്രയാണ് S8 വരെ പഠിക്കാനുള്ളത്. സോ ഓരോരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ സിലബസ് നോക്കിയിട്ട് പഠിച്ചെടുക്കുക. സിലബസ് നോക്കി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു
യൂട്യൂബ് വീഡിയോസൊന്നും കിട്ടില്ല. പിന്നെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാത്തവർ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ആയിരിക്കും നോക്കുക. എന്നാലും യൂട്യൂബ് വീഡിയോസ് ടോപ്പിക് വെച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.